നമസ്കാരം, KVC ന്യൂസിലേക്ക് സ്വാഗതം. ചിതൽ ശല്യമോ ഉണ്ട് ശാശ്വത പരിഹാരം. വീട് പഴയതോ പുതിയതോ ആയിക്കോട്ടെ, പാർശ്വഫലങ്ങൾ ഏതുമില്ലാതെ ഗ്യാരണ്ടിയോടെ ചിതലിനെ അകറ്റാം. സോഫ, ദിവാൻ ബെഡുകൾ മുഷിഞ്ഞ് വൃത്തികേടായോ അതാത് സ്ഥലങ്ങളിൽ വന്ന് ഷാംപൂ ക്ലീനിംഗ് ചെയ്ത അഴുക്കും അണുവിമുക്തവുമാക്കി പുതുപുത്തനാക്കാം. വീട്, വില്ല, ഫ്ളാറ്റ് ക്ലീനിംഗ് സർവീസുകൾക്കും കേടുവന്ന് കുഴിഞ്ഞുപോയ സോഫ സെറ്റ് റിപ്പയറിംഗിനും വിളിക്കാം റിഫ്രഷ് ഹോംസ്. വർഷങ്ങൾ പിന്നിട്ട വിശ്വസ്തത. ഫോൺ 9645072222. പാലാഴിയിലെ സബ് സെന്റർ തുറക്കാത്തതിൽ BJPയുടെ പ്രതിഷേധം. BJP മണലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലാഴി 1-ാം വാർഡിലെ സബ് സെന്റർ ഇലക്ട്രിക് വർക്ക് നടക്കാത്തതിന്റെ പേര് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നതിനെതിരെയും പാവപ്പെട്ട പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിനെതിരെയും പാലാഴി ഹെൽത്ത് സെന്ററിന് മുൻവശത്ത് പ്രതിഷേധ ധർണ നടത്തി. BJP മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രദീപ് കാണാട്ട് ഉദ്ഘാടനം ചെയ്തു. 1-ാം വാർഡ് മെമ്പർ രതീഷ് കൂനത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു ഇയാനി, 3-ാം വാർഡ് മെമ്പർ മിനി അനിൽകുമാർ, BJP പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജുലാൽ, സുധി വാലപ്പറമ്പിൽ, ബിനോജ് KV, രാജേന്ദ്രൻ കുറ്റിയിൽ, ശരത് കുറവങ്ങാട്ടിൽ, സിന്ധു ചന്ദ്രബോസ്, കൃഷ്ണദേവ് കണിയാമ്പറമ്പിൽ, ഷിജുട്ടൻ പ്ലാവളപ്പിൽ, ലിതീഷ് വടശ്ശേരി, സജീവൻ കൂനത്ത്, അഖിലേഷ് ഏറാട്ട്, നിർമ്മല രാജൻ, റഹിൻ ഏറാട്ട്, ശ്രീരാഗ്, ഉണ്ണികൃഷ്ണൻ, മിഷ രതീഷ്, അഞ്ജു ലിതീഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. BJP മണലൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി സിബി ചവറാട്ടിൽ സ്വാഗതവും BJP മുതിർന്ന പ്രവർത്തകൻ കൂനത്ത് പ്രതാപൻ നന്ദിയും പറഞ്ഞു. ഇങ്ങനൊരു സമരം സംഘടിപ്പിക്കാനുള്ള കാരണം നമുക്കറിയാം. മണലൂർ ഗ്രാമപഞ്ചായത്തിലെ പാലാഴി 1-ാം വാർഡിലെ സബ് സെന്റർ ബഹുമാനപ്പെട്ട മുരളി പെരുന്നല്ലിയുടെ 25 ലക്ഷം അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 25 ലക്ഷം രൂപ അനുവദിച്ച് 2023 തറക്കല്ലിടൽ ചടങ്ങ് നടത്തി. ഏകദേശം 6 മാസം മുമ്പ് തന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഇത്രയും വർക്ക് പൂർത്തീകരിച്ച് കിടക്കുകയാണ്. നാളിതുവരെയായിട്ടും ഈ വർക്ക് പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി ഇങ്ങനെയൊരു സമരം സംഘടിപ്പിക്കാനിടയായത്. ഈ മുരളി പെരുന്നല്ലിയുടെ 25 ലക്ഷത്തിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം, ബിൽഡിംഗ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ NHM ഫണ്ട് ഇതിന് പാസ്സായി കിടക്കുന്നതാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത് പൂർത്തീകരിക്കാൻ സാധിക്കൂ. വർഷങ്ങളായി ഈ ഫണ്ട് ഇതിൽ കിടക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഈ വർക്ക് പൂർത്തീകരിച്ചില്ലെങ്കിൽ ഈ NHM ഫണ്ട് ലാപ്സായി പോകുന്നത് നമുക്കറിയാൻ സാധിച്ചു. നമുക്കറിയാം